ഹായ് ഓൾ, വെൽക്കം ടു എജുബി. ഇപ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിയുന്ന ഒരാളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോലി ആയിരിക്കും അല്ലേ. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർ കാണും, കേരള ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർ കാണും. അപ്പോൾ ഇങ്ങനെ ഒരു ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. IBBS POയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് IBBS PO എന്ന് ചിലർക്ക് ഡൗട്ട് കാണും, അതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ IBBS POയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു. അവര് റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 5204 വേക്കൻസീസ് ആണ് അവര് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വേക്കൻസീസ് 5204 ആണ്. ഇനി PO പോസ്റ്റ് എന്താണെന്ന് നോക്കാം. PO എന്ന് പറയുന്നത് ഒരു ബാങ്കിന്റെ പ്രൊബേഷണറി ഓഫീസറിന്റെ പോസ്റ്റ് ആണ് വരുന്നത്. അതായത് ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അവർ പ്രൊമോഷനായി പോവുകയാണെന്നുണ്ടെങ്കിൽ മാനേജർ പോസ്റ്റിലായിരിക്കും എത്തുന്നത്. ഈ IBBSന്റെ POയുടെ എക്സാം എന്താണെന്ന് ചിലർക്ക് ഡൗട്ട് കാണും. അതെന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്ക്, അതായത് ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ബാങ്കുകൾ എല്ലാം കൂടി ചേർത്തിട്ട് നടത്തുന്ന ഒറ്റ എക്സാം ആണ്. പ്രൊബേഷണറി ഓഫീസറിന് വേണ്ടിയിട്ട് എല്ലാ ബാങ്കുകളും ഒരുമിച്ച് നടത്തുന്ന എക്സാം ആണ് IBBS POയുടെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഡേറ്റ്സ് വരുന്നത്, അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ജൂലൈ 21 വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത്. അപ്പോൾ ജൂലൈ 21 മുന്നേ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പേയ്മെന്റ് ഫീസ് ഉണ്ട്, അത് നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യും. പ്രിലിംസ് വരുന്നത് ഓഗസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ അതിന് പ്രിലിംസ് POയുടെ എക്സാം വരുമ്പോൾ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും കൂടെ ചേർത്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിന്റെ പ്രിലിംസ് വരുന്നതെന്ന് പറയുന്നത് ഓഗസ്റ്റിലായിരിക്കും വരുന്നത്. മെയിൻസ് വരുന്നതെന്ന് പറയുന്നത് ഒക്ടോബറിലായിരിക്കും വരുന്നത്. അപ്പോൾ 2 മാസത്തെ ഗ്യാപ്പ് മെയിൻസിന് പഠിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇതിന് ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂ ഡിസംബറിലായിരിക്കും. അതിനുശേഷം ജനുവരി ഫെബ്രുവരിയോടുകൂടി അതിന്റെ റിസൾട്ട് അവർ ഡിക്ലെയർ ചെയ്യും. സോ നമ്മൾ നോക്കുമ്പോൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ജനുവരി ഫെബ്രുവരിയോടുകൂടി റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ്. ഇങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരുന്ന മന്തിൽ തന്നെ ജോലിക്ക് കയറാനും പറ്റും. ഓക്കെ, അപ്പൊ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഇതിൽ ഏതൊക്കെ ബാങ്കുകളാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ടും 11 നാഷണലൈസ്ഡ് ബാങ്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഏതൊക്കെ ബാങ്ക് ആണെന്ന് നോക്കാം. ഇതിൽ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ വരുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അപ്പൊ ഇത്രയും ഗവൺമെന്റ് ബാങ്കുകൾ ഉണ്ടെന്ന് തന്നെ ഒരുപക്ഷെ നമുക്ക് അറിവില്ലായിരിക്കും. ഇതില് നമ്മളിപ്പം മെയിനായിട്ട് കേൾക്കുന്ന കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക് ഒക്കെ നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന ബാങ്ക്സ് ആണ്. പോയിട്ട് യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ കൂടുതൽ പേർക്കും ഇത് ഗവൺമെന്റ് ബാങ്ക് ആണോ എന്ന് തന്നെ സംശയം കാണും. ഇതെല്ലാം ഗവൺമെന്റ് ബാങ്കുകളാണ്. ഇവരെല്ലാവരും കൂടി പ്രൊബേഷണറി ഓഫീസറിന് നടത്തുന്ന എക്സാം ആണ് IBBSന്റെ എക്സാം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ കട്ട് ഓഫിനെക്കാളും എത്ര മാർക്ക് കൂടുതൽ കിട്ടുന്നു എന്നനുസരിച്ചായിരിക്കും ഏത് ബാങ്കിലായിരിക്കും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് എന്നറിയാം. സപ്പോസ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രിക്ക് ഇപ്പം അഡ്മിഷന് വേണ്ടി കൊടുക്കുന്ന സമയത്ത്, +2 കഴിഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻ വെക്കും, ഏത് സബ്ജക്റ്റ് വേണം, ഏത് കോളേജിൽ വേണം എന്നുള്ള ഓപ്ഷൻ വെക്കും. നമ്മളെ മാർക്ക് അനുസരിച്ചായിരിക്കും അലോട്ട്മെന്റ് വഴി നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെയാണ് IBBSന്റെ എക്സാം നടത്തുക. നമുക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ കാനറ ബാങ്ക് വെക്കാം, സെക്കൻഡ് ഓപ്ഷൻ എന്താ, ഇന്ത്യൻ ബാങ്ക് വെക്കാം. അങ്ങനെ നമുക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റും. നമ്മളെ മാർക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഏത് ബാങ്കിൽ സെലക്ട് ചെയ്യപ്പെടുന്നു എന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, ബാങ്ക് എക്സാമിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ അതിന്റെ പേ സ്കെയിലാണ്. ഓക്കെ, മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഹ്യൂജ് ആയിട്ടൊരു ഇൻകം ആണ് ഒരു ബാങ്കിന്റെ പ്രൊബേഷണറി ഓഫീസർ ഏൺ ചെയ്യുന്നത്. അതിന് സ്റ്റാർട്ടിങ് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 85,920. അപ്പൊ ഇങ്ങനെ ഒരു സാലറിയുടെ തന്നെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്ത സമയത്ത് ഇത്രയും സാലറി കിട്ടുമോ എന്ന സംശയം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പം ഇത് നോട്ടിഫിക്കേഷനിൽ തന്നെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 85,920 രൂപയാണ് പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറുന്ന ഒരാള് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഏൺ ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കാണും, പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരിക്കും. പക്ഷെ നമുക്ക് കഷ്ടപ്പെടാതെ ഒന്നും ഏൺ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഏജ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഏജ് എങ്ങനെയാ വരുന്നത് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്
മിനിമം ഏജ് പറയുന്നത് 20-30, മിനിമം ഏജ് 20 വയസ്സാണ് പറയുന്നത്, മാക്സിമം ഏജ് 30 വയസ്സ്. അപ്പം 20-30 ഇടയിലുള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ തന്നെ SC/STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏജിന്റെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ്, ഇതിന്റെ പേയ്മെന്റ് ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്നതിന് ഫീസ് ഉണ്ട്. അത് എത്ര രൂപയാണെന്ന് നോക്കാം. മെയിനായിട്ട് വരുന്നത് SC/ST കാൻഡിഡേറ്റ്സിന് വരുന്നത് 175 രൂപയാണ് അപ്ലൈ ചെയ്യേണ്ട ഫീസ് വരുന്നത്. ബാക്കി എല്ലാ കാറ്റഗറീസിനും വരുന്നത് 850 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, ഫീസ് ഉണ്ട്, 850 രൂപയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഇതിന്റെ പ്രിലിംസിന്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ആണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പം പ്രിലിംസിന്റെ പാറ്റേണിൽ മുന്നത്തെ വർഷത്തെക്കാലം അവരൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. പ്രിലിംസ് വരുമ്പോഴത്തേക്ക് 3 സെക്ഷനാണ് വരുന്നത്, ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും. അപ്പോൾ 1 അവർ ആയിരിക്കും ടോട്ടൽ ടൈം വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് എടുക്കാൻ പറ്റത്തില്ല, അവർ ടൈം അലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ അലോട്ട് ചെയ്യുന്ന ടൈം അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യണം, എക്സാം അറ്റൻഡ് ചെയ്യേണ്ട. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 30 ക്വസ്റ്റ്യൻ 30 മാർക്കും 20 മിനിറ്റുമാണ്. 20 മിനിറ്റ് ടൈം ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. 35 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. അതാണ് ഇത്തവണ വന്നൊരു ചേഞ്ച്. കഴിഞ്ഞ തവണ 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് തന്നെയായിരുന്നു, ഇപ്പൊ 30 മാർക്കായിട്ട് റെഡ്യൂസ് ചെയ്തു. ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. റീസണിങ്ങിൽ വരുമ്പോൾ 35 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്, 5 മാർക്ക് കൂടുതൽ. കഴിഞ്ഞ തവണ 35 ക്വസ്റ്റ്യൻ 35 മാർക്കായിരുന്നു. ഓക്കെ, 20 മിനിറ്റ് ആണ്. ടൈം 3 സെക്ഷൻ ഒരുപോലെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻസിന്റെ പാറ്റേൺ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിൻസ് വരുമ്പോഴത്തേക്കും അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ടൈമും കൂടുതലാണ്. ഓക്കെ, മെയിൻസ് വരുമ്പോഴത്തേക്കും അതിൽ ഫസ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് റീസണിങ് ആണ് വരുന്നത്. 40 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 60 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, 40 ക്വസ്റ്റ്യൻ 60 മാർക്കാണ്, 50 മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്യുന്നത്. അവർ അലോട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നത് ജനറൽ എക്കോണമി, ബാങ്കിങ് അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിങ് RBI സർക്കുലേഴ്സ്. ഇതെന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സും ബാങ്കിങ് അവയർനെസ്സും കൂടി വരുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടായിരിക്കും വരുന്നത്. 35 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. ഓക്കെ, വെയിറ്റേജ് കൂടുതലാണ്. 25 മിനിറ്റ് ആണ് ടൈം പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, 35 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്, 40 മിനിറ്റ് ആണ്. പിന്നെ ക്വാണ്ട് ആണ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മാത്സ് ആണ് വരുന്നത്. 35 ക്വസ്റ്റ്യൻ 50 മാർക്ക്, 45 മിനിറ്റ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ വരുന്നത് 200 മാർക്കിനാണ്, 160 മിനിറ്റുമാണ് വരുന്നത്. അത് പോയിട്ട് മെയിൻസിന്റെ കൂടെ തന്നെ ഡിസ്ക്രിപ്റ്റീവിന്റെ ഒരു പേപ്പറും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ആണ് വരുന്നത്. എസ്സേയും ലെറ്ററും ആണ് വരുന്നത്. ഓക്കെ, എസ്സേ ആൻഡ് കോംപ്രിഹെൻഷൻ ആണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻ 25 മാർക്കാണ്, 30 മിനിറ്റ് ആണ്. അതെന്ന് പറയുന്നത് ഈ എക്സാമിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു സെക്ഷനാണ്. അപ്പൊ അത് സെപ്പറേറ്റ് അല്ല, ഇതിന്റെ കൂടെ തന്നെയാണ് വരുന്നത്. എക്സാം കഴിഞ്ഞിട്ട് ഓൺ ദ സ്പോട്ട് തന്നെ നെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരും. അത് ടൈപ്പ് ചെയ്യുക. വേർഡ്സിന്റെ ലിമിറ്റ് അവർ അതിൽ തന്നെ പറയും, ഇത്ര വേർഡ്സിനകത്ത് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് പറയും. ഓക്കെ, അങ്ങനെ ടോട്ടൽ 225 മാർക്കിനാണ് മെയിൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ മെയിൻസ് 225, പ്രിലിംസ് എന്ന് പറയുന്നത് 100 മാർക്കിനുമാണ് വരുന്നത്. ഓക്കെ, ഇനി വേക്കൻസീസ് എത്രയാണോ ഉള്ളത്, ഓരോ ബാങ്ക് എത്ര വേക്കൻസി റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതില് ബാങ്ക് ഓഫ് ബറോഡ 1000 വേക്കൻസിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് ഓഫ് ഇന്ത്യ 700, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 1000, സെൻട്രൽ ബാങ്ക് റിലീസ് ചെയ്തിട്ടുള്ള 1000 വേക്കൻസിയാണ്. കാനറ ബാങ്ക് 1000 ആണ്, സെൻട്രൽ ബാങ്ക് 500 ആണ്. ഇന്ത്യൻ ബാങ്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നോട്ട് റിപ്പോർട്ടഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് വേക്കൻസീസിൽ കുറച്ചുകൂടെ ചേഞ്ച് വരും. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 450, പഞ്ചാബ് നാഷണൽ ബാങ്ക് 200, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 358, യൂക്കോ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും ഇതുവരെയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ ബാക്കിയുള്ള ബാങ്കുകളുടെ എല്ലാം കൂടി ടോട്ടൽ വരുമ്പോൾ 5208 വേക്കൻസീസ് ആണ് വരുന്നത് IBPS POക്ക്. ഓക്കെ, അപ്പൊ ഓൾ ഇന്ത്യ എക്സാം ആണ് വരുന്നത്. 5208 വേക്കൻസീസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് ജോബിനുള്ള ബെനിഫിറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഈ IBPS POടത് ആർക്കും
പെട്ടെന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് എഫേർട്ട് ഇട്ട് കുറച്ച് ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ എന്നും പറഞ്ഞിട്ട് ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക് അല്ല. നമ്മൾ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർ ഒരുപാട് പേര് കാണും. ഈ എക്സാം ഒന്നും ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരും കാണും. പക്ഷെ ഇത് നോർമലി എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എഫേർട്ട് ഇടുക, പഠിക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇതില് ബാങ്ക് ജോബിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ 85,000 സാലറി നമ്മൾ പറഞ്ഞു. അപ്പൊ തന്നെ ഹൈ സാലറി ആണ് അതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ POക്ക് തന്നെ IBPS POയുടെ സാലറി നമ്മൾ പറഞ്ഞു 85,000 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടോപ്പ് ജോബുകൾക്ക് കൊടുക്കുന്ന അതേ സാലറിയാണ് ഒരു ബാങ്കിന്റെ പ്രൊബേഷണറി ഓഫീസറിന് കിട്ടുന്നത് അല്ലേ. അപ്പൊ അത്യാവശ്യം നല്ല സാലറി ഉള്ള ജോബാണ് ബാങ്ക് ജോബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ പ്രോസസ്സാണ്. ഒരു ബാങ്ക് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പ്രിലിംസും മെയിൻസും ഉൾപ്പെടെ എല്ലാ പ്രൊസീജിയറും ഒരു 7-8 മാസത്തിനകത്ത് റിസൾട്ട്, ഫൈനൽ റിസൾട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഒരു 7 മാസത്തിനകത്ത് തന്നെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് തന്നെ, ഇമ്മീഡിയറ്റ് വരുന്ന മന്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജോബിന് കയറാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. വേറെ ഏത് ജോബിനെ പോലെയും നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റിസൾട്ട് വരുന്നു ഉടനടി എന്താണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഫാസ്റ്റ്, അത്രയും പെട്ടെന്ന് ജോലി കയറാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബാങ്കിന്റെ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന റെപ്യൂട്ടേഷൻ. ഓഫ് കോഴ്സ് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും അല്ലേ. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബാങ്കിൽ എന്ന് പറയുന്നത് ആ ജോലിക്ക് തന്നെ ഒരു പേരാണ്. ബാങ്ക് ജോബ് എന്ന് പറയുന്നത് തന്നെ പറയാൻ ഒരു റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ജോലിയാണ്. ബാക്കി ജോലികൾക്ക് റെപ്യൂട്ടേഷൻ ഇല്ല എന്നല്ല, പക്ഷെ നമ്മൾ പൊതുവേ പറയുമ്പോൾ ഒരു ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ബാങ്കിലെ മാനേജർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, നമ്മുടെ വാല്യൂ അവിടെ സൊസൈറ്റിക്ക് മുന്നിൽ കുറച്ചുകൂടി കൂടെയാണ് ചെയ്യുന്നത്. നല്ല സാലറിയും ഉണ്ട് അല്ലേ. ഫാസ്റ്റ് ആയിട്ട് എക്സാം എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തെടുക്കാം. അപ്പൊ അത്യാവശ്യം ഫ്രഷർ ആയിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് പോലും ഈ ഒരു എക്സാമിന് പഠിച്ച് അതിന്റെ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ പറ്റില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക. നമ്മളെ പാരന്റ്സിനെ പ്രൗഡ് ആക്കുക, നമ്മൾ സെൽഫായിട്ട് പ്രൗഡ് ആവുക. അങ്ങനെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അത്യാവശ്യം എഫേർട്ട് ഇട്ട് പഠിക്കുന്നവർക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും മാക്സിമം നന്നായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഒരു സെഷനായിട്ട് കാണാം. താങ്ക് യു.